ദൈവത്തിനും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹമൊന്നും അറിയിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രീ പ്ലാൻഡ് അല്ലാതിരുന്ന ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഹീബ്രു ആൽഫബറ്റ് വിച്ച് ഹാസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിഡൻ ഇൻ ഇറ്റ് എന്ന വിഷയത്തിലേക്ക് പെട്ടെന്ന് ഒരു ഡീറ്റൂറിങ് ചെയ്യേണ്ടി വന്നു. ഹീബ്രു അക്ഷരമാലയിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് യഹൂദ ഭാഷയുടെ അക്ഷരമാലയിൽ കൂടെ നമ്മളൊരു ചെറിയ യാത്ര ചെയ്യുകയാണ്. ഓരോ അക്ഷരത്തിലും നമ്മൾ നോക്കി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നൊരു ഫീലിംഗ് ഉണ്ടാകണം. ഒരു ഭാഷയുടെ അക്ഷരം പഠിക്കുക എന്നുള്ള രീതിയല്ല. ഏതെല്ലാം ഭാഷയ്ക്ക് എന്തെല്ലാം അക്ഷരങ്ങൾ കിടക്കുന്നു, അതൊക്കെ നമുക്ക് അറിഞ്ഞില്ല, ഒരു കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അറിഞ്ഞുകൊണ്ടും ചിലപ്പം വലിയ ഗുണമുണ്ടാകത്തില്ല. പക്ഷേ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി നമ്മൾ പഠിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അപ്പം അലഫ് എന്ന ഒന്നാമത്തെ അക്ഷരം എങ്ങനെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് പ്രകടമാക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഹീബ്രു ആൽഫബറ്റിൻ്റെ കുറേ പ്രാധാന്യതകളും പറഞ്ഞു. ഇതുവരെ ആരും അത് കണ്ടില്ല. കുറച്ച് പേരൊക്കെ 10-20 പേരൊക്കെ നോക്കിയെന്ന് തോന്നുന്നു, കണ്ടില്ല. പ്രതികൾ ആരും ഇതുവരെ കരിച്ചില്ല, എന്നാൽ ആരും പ്രതികരണം കണ്ടില്ല. അപ്പോൾ പ്രതികരണം വന്നിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ മതിയോ എന്നൊരു തോന്നലുണ്ടായി. എന്നാലും വീഡിയോ ചെയ്തേക്കാം, ആരെങ്കിലും കരിക്കുന്നെങ്കിൽ കരിക്കട്ടെന്ന് കണ്ടാണ് ഇതും ചെയ്യുന്നത്. 2 അക്ഷരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഹീബ്രു അക്ഷരമാലയിലെ ആദ്യത്തെ 5 അക്ഷരങ്ങൾ ഒന്നിനോട് കണക്റ്റഡാണ്. ഒന്നിൻ്റെ ഭാഗമായിട്ട് മറ്റേത് വരികയാണ്. അപ്പോൾ ഈ കണക്ഷനിൽ ഒരു ടോട്ടാലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ, അർത്ഥവും നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 1 അക്ഷരത്തിൻ്റെ രൂപം, അതിൻ്റെ അപ്പിയറൻസ്, 2 അക്ഷരത്തിൻ്റെ സൗണ്ട്, 3 അക്ഷരത്തിൻ്റെ അർത്ഥം, 4 അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഈ 4ആണ് അതിൻ്റെ സർഫസ് ലെവലിലെ അർത്ഥമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന എൻ്റെ വിശ്വാസം. അപ്പം അലഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് 2ാമത്തെ അക്ഷരമായ ബെയ്റ്റ് എന്ന അക്ഷരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന അലഫാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ കാണുന്നത്. 2ാമത്തെ അക്ഷരമാണ് ബെയ്റ്റ്. ബെയ്റ്റ് എന്ന ഈ അക്ഷരം നമ്മൾ ഞാൻ ഇനിയും ഓരോ ആൽഫബറ്റ് എങ്ങനെ എഴുതുന്നുള്ള എഴുതി കാണിക്കാം വേറൊരു ക്ലാസ്സിൽ. അത് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന എങ്ങനെ എഴുതണമെന്നുള്ള പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഇതിപ്പോൾ ആൽഫബറ്റ് എഴുതാൻ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല, മറിച്ച് ഓരോ ആൽഫബറ്റിലും മറഞ്ഞിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ന വിഷയത്തിലേക്ക് വരികയാണ്. ആദ്യം നിങ്ങൾ നോക്കിക്കോണേ, ഈ അക്ഷരത്തിന് 3 സ്ട്രോക്ക് ഉണ്ട്. 3 സ്ട്രോക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 വാവ് എന്ന സ്ട്രോക്ക് 3 പ്രാവശ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 3 സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഇതാദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അപ്പിയറൻസ് കണ്ടാൽ എങ്ങനെ തോന്നുന്നത്? ഇതിൻ്റെ അപ്പിയറൻസ് കണ്ടാൽ ഇത് ഒരു ടെൻ്റ് ആണെന്ന് തോന്നും. ഇതിൻ്റെ അപ്പിയറൻസിൽ ഇതൊരു ടെൻ്റ് പോലാണ് ഇരിക്കുന്നത്. ടെൻ്റ്, ഒരു ഡ്വെല്ലിംഗ് പ്ലേസ്, വാസസ്ഥലം. ഇതെങ്ങനെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി he tabernacled among us എന്നാണ്. നമ്മുടെ ഇടയിൽ പാർത്തു. he tabernacled among us. That is the first exposition of a blessed Lord by this letter. ഇത് ഉച്ചരിക്കേണ്ട ബൈറ്റ് എന്നും വൈറ്റ് എന്നും 2 ഉച്ചാരണമുണ്ട്. അതിൻ്റെ നടുക്ക് കിടക്കുന്ന ആ കുത്തുണ്ടെങ്കിൽ ബാബുവിൻ്റെ ബ, ആ കുത്തില്ലെങ്കിൽ വായാണ്. ഇപ്പം ബാബു എന്ന് ഹീബ്രുവിൽ എഴുതിയാൽ അവർ ബാവു എന്നേ വായിക്കത്തുള്ളൂ, ബാബു എന്ന് വായിക്കത്തില്ല, ബാബു. കാരണം 2ാമത്തെ പ്രാവശ്യം അതിനകത്ത് കുത്തിടാൻ പാടില്ല. അതൊക്കെ പിന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ശരിക്കും നമ്മുടെ സിലബസിൻ്റെ പാർട്ടുള്ളത്. കാര്യം ഞാൻ ഹീബ്രു ഗ്രാമർ ഒന്നും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അപ്പം ഒരു ടെൻറ്റിന് അതിനൊരു സീലിംഗ് ഉണ്ടായിരിക്കണം, ഒരു ഫ്ലോർ ഉണ്ടായിരിക്കണം,
പിന്നെ സംതിങ് ലൈക്ക് എ വോൾ ഉണ്ടായിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ മൂന്നുമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ക്രിസ്തു എന്ന പാറമേലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ സീലിംഗ്. ക്രിസ്തുവാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനം എന്ന് പറയുന്നത്. യെസ്, ഈസ് ദ പില്ലർ. ജീസസ് ഈസ് ദ പില്ലർ. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു പിക്ചറാണ് ഈ ബൈറ്റ് എന്ന ഈ അക്ഷരം നമുക്ക് തരുന്നത്. ഇനിയും ഈ ബൈറ്റ് എന്ന അക്ഷരത്തിന്റെ ഒരർത്ഥം ക്രിയേഷൻ എന്നാണ്. ദാറ്റ് മീൻസ് ഇറ്റ് പ്രസൻസ് ഓർ റെപ്രസെന്റ്സ് ദ പവർ ഓഫ് ക്രിയേഷൻ. സൃഷ്ടിപ്പിന്റെ പവറാണ് ഈ അക്ഷരത്തിൽ കാണുന്നത്. എന്താണ് ഇതിനർത്ഥം? കഴിഞ്ഞ ദിവസം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വായിച്ചു കേൾപ്പിച്ചത്, ഇറ്റ് ഈസ് ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എവ്രിതിങ് വാസ് ക്രിയേറ്റഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി, കർത്താവിൽ നിന്ന്, കർത്താവിനാലാണ് എല്ലാം ഉളവായത്. So that is the second thing to understand about Jesus in this letter. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ അക്ഷരം ബയ്യറ്റാണ്. ബർഷീത്ത് ബാറ എലോഖീം എന്ന് പറയുമ്പം ബ എന്ന് പറഞ്ഞാണ് ഈ അക്ഷരം തുടങ്ങുന്നത്. ബർഷീത്ത് ബാറ എലോഖീം ബ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം ഇത് ക്രിയേഷൻ എന്നാണ്. ഇതിന്റെ അർത്ഥം ക്രിയേഷൻ എന്നാണ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഇൻ ദ ബൈബിൾ. വാട്ട് ഡസ് ഇറ്റ് മീൻ? യേശു ക്രിസ്തു സകലത്തിനും മുൻപായവൻ എന്നാണ്. ഈസ് ദ ഫസ്റ്റ് ഓഫ് എവറിത്തിങ് എന്നാണ്. ഫസ്റ്റ് ഓഫ് എവറിത്തിങ് എന്നാണ്. ഇനി നോക്കിക്കോണേ, ഇതിൽ 3 വാവ് എന്ന അക്ഷരം ചേരുന്നതാണ് ബൈറ്റ് എന്ന അക്ഷരം. ഒരു വാവിന്റെ വാല്യൂ 6ആണ്, നമ്പർ 6 ആണ്. 3 വാവിന്റെ വാല്യൂ 6 × 3 18, 18 ആണ്. അപ്പോൾ 18 ഇതിന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ. 2 ന്യൂമറിക്കൽ, ഒന്ന് നമ്പർ 2 എന്നുണ്ട്, അടുത്തത് ഇതിന്റെ ഓരോ സ്ട്രോക്സിന്റെ ന്യൂമറിക്കൽ വാല്യൂ നമ്പർ 18 എന്നാണ്. ആ നമ്പർ 18ന്റെ അർത്ഥം എന്തെന്നറിയാമോ? ലൈഫ് എന്നാണ്. ലൈഫ്. ഇൻ ഹിം വാസ് ലൈറ്റ്. തന്നിൽ ജീവനുണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈറ്റ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ്. ഐ കെയിം സോ ദാറ്റ് ദേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബൻഡൻസ്. അവർക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ദാറ്റ് മീൻസ് അവർ ബ്ലെസ്ഡ് ലോർഡ് ഈസ് ലൈഫ്. ഇനി ബ എന്ന അക്ഷരത്തെ ഒരു പ്രിപ്പോസിഷനായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇൻ എന്നാണ്. ഇൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്ന്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ക്രൈസ്റ്റ് ഇൻ അസ്. So it is Christ who is living in us. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. അത് മാത്രമാണോ? Is that only? No. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാബർനാക്കിൾഡ് among us. നമ്മുടെ ഇടയിൽ പാർത്തു. The word became flesh എന്ന് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നല്ലോ. വചനം ജഡമെടുത്ത് പറയുന്നത്, പുത്രൻ ജഡമെടുത്തു. അങ്ങനെ വായിക്കാം നമുക്ക്. പുത്രൻ ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. പുത്രൻ ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഇനി ടെന്റ് എന്ന് കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഹൗസ് എന്നാ, വീടെന്നാ. ഇതെങ്ങനെ ആദ്യത്തെ അക്ഷരമായ അലഫുമായിട്ട് കണക്ട് ആയിരിക്കുന്നത്? അലഫ് ലീഡർ, ഫാദർ, ദ ഫസ്റ്റ് പേഴ്സൺ, the most important person of the father. So leader, and that means either says that Aleph is the person who controls this tent എന്നാണ്. ഈ വീടിന്റെ പിതാവ് ആരാണ്? ദൈവമാണ്, അലഫാണ്. അലഫ് is the father of this tent. That means the head of this house. Who is the head of this house? Aleph is the head of this house. അതാണ് അലഫിന് ഇതുമായിട്ടുള്ള ബന്ധം. ആൻഡ് ദ ലാസ്റ്റ് തിങ്,
ഈ അക്ഷരത്തിൻ്റെ മാത്രം ന്യൂമറിക്കൽ വാല്യൂ നമ്പർ 2 ആണ്. എന്താ നമ്പർ 2 എന്ന് പറഞ്ഞാൽ? നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഡ്യുവാലിറ്റി എന്നാണ്. Duality, double personality. So, our blessed Lord was God and man at the same time. We say God manifested in flesh. So he was 100% God and 100% man. He was 100% God and 100% man. So that is the importance of the second letter in the Hebrew alphabet. Hebrew alphabet രണ്ടാമത്തെ ലെറ്ററിൻ്റെ പ്രത്യേകതയാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചത്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെറ്ററിലേക്ക് വരാം. മൂന്നാമത് ഗിമൽ എന്ന് പറയും, ഗിമൽ. സോ ഈ ഗിമൽ ഇറ്റ് ഈസ് എ തേർഡ് ലെറ്റർ. നമ്പർ 3 അർത്ഥം എന്തെന്നറിയാമോ? ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഡിവൈൻ ട്രിനിറ്റി. ഡിവൈൻ ട്രിനിറ്റി. സോ our blessed Lord is one of the persons of the second personality in the divine trinity or Godhead. What does it look like? ഇത് കണ്ടാൽ എന്തോ പോലിരിക്കും. ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. So Gimel means walking. Gimel means walking. Gil means walking. ആരാണ് നടന്നു വരുന്നത്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അന്വേഷിച്ച് നടന്നു വരുന്നയാളാണ്. മനുഷ്യനെ അന്വേഷിച്ച് നടന്നു വരുന്നയാളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. That means he walks. The picture of a man who is walking. The picture of a man who is walking. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോണേ, ഈ ഗിമ്മലിൻ്റെ അകത്തൊരു കൂത്തുണ്ട്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരു ഡാഗേഷ് ഉണ്ട്. അതിൻ്റെ അർത്ഥം വെൽത്ത് എന്നാണ്. വെൽത്ത്. ദാറ്റ് മീൻസ് ഈ നടന്നു വരുന്ന ആളൊരു റിച്ച് മാൻ ആണ്. ഈസ് ദി എംബോഡിമെന്റ് ഫുൾനെസ് ഓഫ് ഓൾ റിച്ചസ്. സകല സമ്പത്തിൻ്റെയും സകല സമൃദ്ധിയുടെയും സകല ഐശ്വര്യത്തിൻ്റെയും സിമ്പലാണ് ഈ നടന്നു വരുന്ന ആൾ. എന്ന് പറഞ്ഞാൽ ഈ നടന്നു വരുന്ന ആളില്ലാത്ത ഒരു വെൽത്തുമില്ല. ഈസ് ഇമ്മൻസ്ലി വെൽത്തി. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സമ്പന്നനായിരുന്നു. ഇവിടെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾ ഓടിച്ചൊന്ന് കാണിക്കാം. അത് നമ്മുടെ ടോപ്പിക്സ് അല്ലെങ്കിലും കാണിക്കാം. ഒന്ന് നോക്കിക്കേ. അടുത്ത ലെറ്റർ ഞാൻ ഡാലറ്റ് എന്നാണ്. ഡാലറ്റ് അത് 4ാമത്തെ ലെറ്ററാണ് കേട്ടോ. ഈ ഡാലറ്റിൻ്റെ അർത്ഥം പുവർമാൻ എന്നാണ്. ദരിദ്രൻ എന്ന, ബ്രോക്കൻ മാൻ എന്ന. ഈ ദരിദ്രനെ അന്വേഷിച്ച് വരികയാണ് ആര്? ഈ ധനികനായ ആള്. എന്തിനു വേണ്ടി? തൻ്റെ മുഴുവൻ സമ്പത്തും നമുക്ക് തന്നിട്ട് എന്ത് ചെയ്യാന്? നമ്മൾ നിമിത്തം ദരിദ്രനായി തീരാൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിട്ടും തൻ്റെ ദാരിദ്ര്യ നിമിത്തം നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. സോ ഗിമൽ എന്ന 3ാമത്തെ അക്ഷരം ട്രിനിറ്റിയെ കാണിക്കുന്നു പറഞ്ഞു. നടന്നു വരുന്നൊരു വ്യക്തിയെ കാണിക്കുന്നു പറഞ്ഞു. ഇയാൾ സമ്പന്നനാണെന്ന് പറഞ്ഞു. ആരുടെ പുറകെ വരുന്നു? ദരിദ്രനായ ഒരാളെ പുറകെ വരുന്നു. എന്തായാലുള്ളത്? യെസ്, ഓൾ ദ റിച്ചസ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എവ്രിതിങ്. ആരുടെ പുറകെ ആരെ അന്വേഷിച്ച് വരിക? ഡാലറ്റ് ബ്രോക്കനായ മനുഷ്യൻ അന്വേഷിച്ച് വരിക. പൂർമാനെ അന്വേഷിച്ച്. എന്തിനു വേണ്ടി? തൻ്റെ ദാരിദ്ര്യ നിമിത്തം നമ്മൾ സമ്പന്നരായി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് തന്നിട്ട് ദരിദ്രനായി തീരുന്നതിന് വേണ്ടി ഈ സമ്പന്നനായ വ്യക്തി നമ്മളെ അന്വേഷിച്ച് വരികയാണ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദി തേർഡ് ആൽഫബറ്റ് വിച്ച് ഈസ് ഗിമൽ. അപ്പോൾ ഈ ചെറിയ ലെസൺ ഞാൻ 2 ആൽഫബറ്റ് മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയുള്ളൂ. 2 ആൽഫബറ്റ് മാത്രം നിൽക്കുന്ന കാര്യം എന്നറിയാമോ? നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ബോറടിയായിട്ട് തോന്നിയിരിക്കാം. സോ ഐ കം ബാക്ക് ടു യു. എവ്രി ലെറ്റർ ഇൻ ദ ഹീബ്രു ആൽഫബറ്റ് ഷോസ് ദ ബ്ലെസ്ഡ് ലോർഡ്. കർത്താവിലാണ് നമ്മൾ വസിക്കുന്നത്. കർത്താവ് നമ്മളിൽ വസിക്കുന്നു. അതാണ് ബൈറ്റ്. കർത്താവാണ് നമ്മുടെ ജീവൻ. അതാണ് നമ്പർ 18. ഇനിയും ജീസസ് ഈസ് ദ ക്രിയേറ്റർ.
സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും ക്രിസ്തുവിനാലും ക്രിസ്തുവിന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. കർത്താവിന് വേണ്ടി അല്ലാത്ത ഒരു സൃഷ്ടിയുമില്ല. There is no creation other than Jesus, and he is the power of creation. സൃഷ്ടിയുടെ ശക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇനിയും ഈ കർത്താവ് സ്വർഗമഹിമകളെ വിട്ട് നമ്മളെ തേടി താഴെ ഭൂമിയിലേക്ക് നടന്നു വരുന്നതാണ് ഗിമൽ എന്ന മൂന്നാമത്തെ ലെറ്റർ. With what? With all his riches. എന്തിനു വേണ്ടി? To give it out to us, the poor man, so that with his poverty we might become rich. തൻ്റെ സകലവും നമുക്ക് തന്നിട്ട് to the level of becoming a rich man. That's what he was wanted to be. So നമ്മളിപ്പം 2 അക്ഷരങ്ങളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ വിളിച്ച് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So this video is concluding here. May the Lord bless all of you abundantly, exceedingly. Thank you very much. Bye.